എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് 12ാം ക്ലാസ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിന്റെ മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് ഒരു മെറ്റീരിയൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. മെത്തേഡ് ഓഫ് ചാർജിങ്ങിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമുക്കൊരു മെറ്റീരിയൽ ചാർജ് ആകുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ആറ്റം കൺസിഡർ ചെയ്യാം. ആറ്റം ഞാനിവിടെ എടുക്കുന്നത് സോഡിയം ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. സോഡിയത്തിന്റെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 11 പ്രോട്ടോൺ ഉണ്ട്. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോണും രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണും മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണുമാണ് ഉള്ളത്. നമ്മൾ ഈ സോഡിയം ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ 11 പോസിറ്റീവ് ചാർജും 11 നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് സെയിം മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് സൈനുമാണ്. അതുകൊണ്ട് നെറ്റ് ചാർജ് എന്താണെന്ന് നമുക്ക് പറയാം? 0 ആണെന്ന് പറയാം. ഒരു ആറ്റത്തിന്റെ നെറ്റ് ചാർജ് 0. ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. മോളിക്യൂൾസ് നിന്ന് കോമ്പൗണ്ട് ഉണ്ടാവും, കോമ്പൗണ്ടിൽ നിന്ന് മെറ്റീരിയൽ ഫോംസ്. അതുകൊണ്ട് ഒരു മെറ്റീരിയലിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് നോർമലായിട്ട് 0 ആണ്. അപ്പോൾ നമ്മൾ ആ മെറ്റീരിയലിനെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയും. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അതിൽ ചാർജ് ഇല്ല എന്നല്ല, ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോണും ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോണും അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ്. ഓക്കെ, ഇപ്പോ നെറ്റ് ചാർജ് 0 ആണ്. പിന്നെ എങ്ങനെയാണ് അതിൽ ചാർജ് ലഭിക്കുന്നത്? ഞാൻ കാണിച്ചത്. ഇപ്പോ ഒരു ഇലക്ട്രോൺ ഈ സോഡിയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 11 പ്രോട്ടോണും 10 ഇലക്ട്രോണും ആയി. അന്നേരം ഈ സോഡിയത്തില് ഒരു പോസിറ്റീവ് ചാർജിന്റെ ഒരു ഡോമിനേഷൻ വരുന്നു. പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ഉണ്ടാകുന്നു. ഒരു പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ഉണ്ടാകുമ്പോൾ സോഡിയം ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. നമുക്ക് എഴുതാവുന്നതാണ്. ഇലക്ട്രോൺ ലോസ്റ്റ് ആയാൽ പോസിറ്റീവ് ചാർജ് ലഭിക്കുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതേപോലെ ഇപ്പോ ഒരു ഇലക്ട്രോണ് സോഡിയം ആറ്റത്തിലേക്ക് വരുന്നു. സോഡിയം ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ ഗെയിൻ ആയി. ആ സമയത്ത് സോഡിയത്തില് 11 പ്രോട്ടോണും 12 ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോ നെഗറ്റീവ് ചാർജ് ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവുന്നു. നെഗറ്റീവ് ചാർജ് ഒന്ന് എക്സ്ട്രാ ആകുമ്പോൾ ഈ ആറ്റത്തിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പൊ നമുക്ക് എഴുതാവുന്നതാണ് ഇലക്ട്രോൺ ഗെയിൻ ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ലഭിക്കും എന്ന് നമുക്ക് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇലക്ട്രോൺ ഒരാറ്റത്തിൽ നിന്നോ ഒരു മെറ്റീരിയലിൽ നിന്നോ പുറത്തേക്ക് പോകുമ്പോൾ ഇതിന്റെ മാസിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? മാസ് വേരി ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇലക്ട്രോണിന് ഒരു മാസ് ഉണ്ട്. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 9.1 × 10⁻³ കിലോഗ്രാം. ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഒരു ഇലക്ട്രോൺ ലോസ്റ്റ് ആയാൽ ആ മെറ്റീരിയലിൽ നിന്ന് 9.1 × 10⁻³ കിലോഗ്രാം മാസ് കുറയുന്നുണ്ട്. ഒരു മെറ്റീരിയൽ ഇലക്ട്രോൺ ഗെയിൻ ആയി കഴിഞ്ഞാൽ 9.1 × 10⁻³ കിലോഗ്രാം മാസ് ഗെയിൻ ആകുന്നുണ്ട്. ആ മാസ് വളരെ മൈന്യൂട്ടാണ്. അതുകൊണ്ടാണ് നമുക്കത് വിസിബിൾ അല്ലാത്തത്, അത് അങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷെ മാസിന്റെ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോണ് ഗെയിൻ ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. വേറൊരു ടൈപ്പ് ചാർജും കൂടെ ഉണ്ട്, പ്രോട്ടോൺ. പ്രോട്ടോൺ ഗെയിൻ ആയാലും പ്രോട്ടോൺ ലോസ് ആയാലും
ചാർജസ് ലഭിക്കേണ്ടതല്ലേ? പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പ്രോട്ടോൺ ഗെയിൻ ആവുകയോ ലോസ്റ്റ് ആവുകയോ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് നടക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ചാർജ് ചെയ്യാവുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ലോസ്റ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ഗെയിൻ ആവുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുന്നു, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. അതാണ് നമ്മൾ മെത്തേഡ് ഓഫ് ചാർജിങ്ങിൽ പഠിക്കുന്നത്. 3 മെത്തേഡ് ഉണ്ട് ചാർജിങ് മെത്തേഡ്സ്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. രണ്ടാമത്തത് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. മൂന്നാമത്തത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. നമ്മൾ ഈ വീഡിയോയിൽ ചാർജിങ് ബൈ ഫ്രിക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഡ്യൂ ടു റബ്ബിംഗ്, അതായത് 2 മെറ്റീരിയൽ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിൽ നിന്ന് വേറൊരു മെറ്റീരിയലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. ഇലക്ട്രോൺ ലോസ്റ്റ് ആയ മെറ്റീരിയൽ പോസിറ്റീവ് ചാർജ് ആയിട്ടും ഇലക്ട്രോൺ ഗെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ നെഗറ്റീവ് ചാർജ് ആയിട്ടും ആക്ട് ആകുന്നതാണ്. ഒരു എക്സാമ്പിൾ എടുക്കാം. ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്തേക്കണം. ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്ക് ക്ലോത്തിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് ഗ്ലാസ് റോഡ് പോസിറ്റീവ് ചാർജ് ആയിട്ടും സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ് ചാർജ് ആയിട്ടും നെഗറ്റീവ് ചാർജ് ബോഡിയാവും. എന്തുകൊണ്ടാണ് ഗ്ലാസ് റോഡ് പോസിറ്റീവ് ചാർജ് ആകുന്നത്? ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺ പോയി, ഇലക്ട്രോൺ ലോസ്റ്റ് ആയി. സിൽക്ക് ക്ലോത്തിന് ഇലക്ട്രോൺ ഗെയിൻ ആയി, അതുകൊണ്ട് സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ് ചാർജ്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് സ്കെയില് സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ സിൽക്ക് ക്ലോത്ത് ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് സിൽക്ക് ക്ലോത്ത് പോസിറ്റീവ് ആയിട്ടും പ്ലാസ്റ്റിക് സ്കെയില് ആ ചാർജ് ഗെയിൻ ആകുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് സ്കെയില് നെഗറ്റീവ് ചാർജ് ആയിട്ടും ആക്ട് ആകുന്നതാണ്. ഇതാണ് എക്സാമ്പിൾ. ഈ എക്സാമ്പിള് ഞാൻ ഒരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അതിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു പേന. പ്ലാസ്റ്റിക് പേനയാണ് എടുക്കുന്നത്. അതുകൂടാതെ കുറച്ച് പേപ്പർ പീസ്. ഓക്കെ, ഈ എക്സ്പെരിമെന്റിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ പേനയും കുറെ പേപ്പർ പീസുകളും എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ഈ പെന്ന് പേപ്പർ പീസിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. ഒരു വ്യത്യാസവും കാണുന്നില്ല. അതിനുശേഷം ഞാൻ എന്റെ ഹെയറിൽ ഈ പേന നല്ലോണം ഇങ്ങനെ റബ്ബ് ചെയ്യും. ഇങ്ങനെ നല്ലോണം റബ്ബ് ചെയ്തതിനു ശേഷം ഈ പേപ്പർ പീസിന്റെ അടുത്ത് കൊണ്ടുവരും. കാണാൻ സാധിക്കുന്ന പേപ്പർ പീസ് അറ്റാച്ച് ചെയ്തിരിക്കും. എന്തുകൊണ്ടാണ് പേപ്പർ പീസ് അറ്റാച്ച് ചെയ്തത്? ഈ പ്ലാസ്റ്റിക് ഹെയറുമായിട്ട് റബ്ബ് ചെയ്തപ്പോൾ പ്ലാസ്റ്റിക്കില് നെഗറ്റീവ് ചാർജസ് ക്രിയേറ്റ് ആയി. ഓക്കെ, അതുകൊണ്ടാണ് അത് അട്രാക്ട് ചെയ്തത്. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതൊരു സർഫസ് ആണ്. ആ സർഫസിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് വെച്ചു? പേപ്പർ പീസ്. ഓക്കെ, പ്ലാസ്റ്റിക് കോമ്പ് ഹെയറുമായിട്ട് റബ്ബ് ചെയ്തതിനു ശേഷം എന്താണ് സംഭവിച്ചത്? പ്ലാസ്റ്റിക് കോമ്പിന് നെഗറ്റീവ് ചാർജസ് ലഭിക്കും. പേപ്പർ പീസിൽ എന്താണുള്ളത്? പേപ്പർ പീസ് ഇനീഷ്യലി ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജസ് ആണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ നെഗറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നു. അതെല്ലാം ഒരു സൈഡിലോട്ട് വരും. പോസിറ്റീവ് ചാർജസ് ഇതിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവ് ചാർജസ് വളരെ ക്ലോസ് ആയിട്ട് വരും. പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് തമ്മിൽ ഒരു അട്രാക്ഷൻ നടക്കുന്ന. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ പേപ്പർ പീസ് ഇതിന്റെ മേലെയോട്ട് വരുന്നു. പേപ്പർ പീസ് വളരെ ചെറിയ പീസ് ആയതുകൊണ്ടാണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് ഈ പേപ്പർ പീസിനെ സ്കെയിലിന്റെ മണ്ടയിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ട എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പോ
നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്, ഒരു ബോഡി വേറൊരു ബോഡിയായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ആ റബ്ബിങ് ഒരു എനർജി കൊടുക്കുന്നു, ഇലക്ട്രോണിന് പുറത്തേക്ക് വരാനുള്ള എനർജി കൊടുക്കും. ആ എനർജി യൂസ് ചെയ്തിട്ട് ഒരു മെറ്റീരിയൽ ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യും, വേറൊരു മെറ്റീരിയൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ഈ കണ്ട ഈ രണ്ട് എക്സാമ്പിളില് ആദ്യം ഞാൻ സിൽക്ക് ക്ലോത്ത് പ്ലാസ്റ്റിക് റോഡുമായിട്ട് റബ്ബ് ചെയ്തു. ആ സമയത്ത് സിൽക്ക് ക്ലോത്ത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അതേ സിൽക്ക് ക്ലോത്ത് തന്നെ പ്ലാസ്റ്റിക് സ്കെയിലുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ലഭിച്ചത്? സിൽക്ക് ക്ലോത്ത് ഇലക്ട്രോൺ ലോസ്റ്റ് ആകുകയാണ് ചെയ്തത്. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഈ ഇതിനെക്കുറിച്ച് ഫാരഡെ ഒരുപാട് സ്റ്റഡീസ് നടത്തി. സയന്റിസ്റ്റ് ഫാരഡെ ഒരുപാട് സ്റ്റഡീസ് നടത്തി. അതിനുശേഷം ഫാരഡെ ഒരു സീരീസ് കൊണ്ടുവന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ്. ആ സീരീസ് വെച്ച് അദ്ദേഹം ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതാണ് ഫാരഡെയുടെ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസ്. ഈ സീരീസിൽ രണ്ട് പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എടുത്തിരുന്നത് ഏതൊക്കെ പേഴ്സ് ആണ്? ഗ്ലാസും സിൽക്കും ആണ് എടുത്തിരിക്കുന്ന പേഴ്സ്. ഗ്ലാസും സിൽക്കും റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസിൽ മുകളിലുള്ള മെറ്റീരിയൽ എപ്പോഴും ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ ഗ്ലാസും സിൽക്കും എടുക്കുമ്പോൾ ഗ്ലാസ് പോസിറ്റീവ് ചാർജായിട്ട് വരുന്നതാണ്, സിൽക്ക് നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ സിൽക്കും പ്ലാസ്റ്റിക്. സിൽക്കും പ്ലാസ്റ്റിക് എടുക്കുമ്പോൾ സിൽക്ക് പ്ലാസ്റ്റിക്കിനേക്കാളും മുകളിലാണുള്ളത്. അതുകൊണ്ട് സിൽക്ക് എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ആയിട്ടും പ്ലാസ്റ്റിക് നെഗറ്റീവ് ചാർജ് ആയിട്ട് ലഭിക്കും. അതുകൊണ്ട് എപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക് സീരീസിന്റെ മുകളിലുള്ളത് മെറ്റീരിയൽ ഇലക്ട്രോണിൽ ലോസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും. താഴെയുള്ള മെറ്റീരിയൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഗ്ലാസും സിൽക്കും എടുത്തപ്പോൾ ഗ്ലാസ് പോസിറ്റീവ് സിൽക്ക് നെഗറ്റീവ് ആയി. അതിനുശേഷം സിൽക്കും പ്ലാസ്റ്റിക്കും എടുത്തപ്പോൾ സിൽക്ക് പോസിറ്റീവ് പ്ലാസ്റ്റിക് നെഗറ്റീവ് ആയത്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ റബ്ബ് ചെയ്തു കഴിഞ്ഞാൽ ചാർജസ് ഫോം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഈ ചാർജ് കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതെന്താന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് ചാർജസ് മാത്രമാണ് റബ്ബിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ചാർജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് മെറ്റീരിയലിന്റെ സർഫസിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. കുറച്ചു സമയത്തിന് ശേഷം ആ ചാർജ് ഡിസ്ചാർജ് ആയി പോകുന്നതാണ്. ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അടുത്ത വീഡിയോയില് അടുത്ത രണ്ട് മെത്തേഡായ ചാർജിങ് ബൈ കണ്ടക്ഷനും ചാർജിങ് ബൈ ഇൻഡക്ഷനും ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും